ഹലോ ഇവിടെ ഒരു മിസ്റ്റർ താഴെക്കിടപ്പുണ്ട് ഡോക്ടൻസ് സാരഥി മാറി സാരഥി ഹായ് ഹായ് കുഞ്ഞ ഹായ് ജോക്കുട്ട ഇങ്ങനെ പറഞ്ഞേ ഹലോ വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പറഞ്ഞേ ഹലോ വീട്ടമ്മയുടെ പറഞ്ഞേ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതാണ് റയാൻ, ഞങ്ങളുടെ ജോക്കുട്ടൻ. ഇവനെ 10 കൊല്ലം കാത്തിരുന്നിട്ട് കിട്ടിയ ചക്കരക്കുട്ടനാണ് കേട്ടോ, ചേട്ടൻ്റെ മോനാ. അപ്പം ചേട്ടൻ ഞങ്ങളെ തൃശ്ശൂർ കൊണ്ടാക്കിയിട്ട് പോയി. ഞാനും ചേച്ചിയും പിള്ളേരും കൂടിയിട്ടാണ് ഷോപ്പിംഗ് കേട്ടോ. ഇത് ഞങ്ങളുടെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലുള്ള സ്കൈ വാക്കാണ്. അത് ഇതുവരെ തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് അതിലൊന്ന് കയറണം എന്നുണ്ടായിരുന്നു സ്കൈ വാക്ക്, പക്ഷെ അത് തുറന്നിട്ടില്ല. മുന്നേ ഇനോഗ്രേഷനൊക്കെ നടത്തിയതായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് തുറന്നിടാത്തത് എന്താണെന്ന് അറിയില്ല. അവിടെ എൻട്രി ഒക്കെ അടച്ചേക്കുവാണ്, എൻട്രി എക്സിറ്റ് ഒക്കെ അടച്ചേക്കുക. അത് തുറന്നിട്ടിട്ടില്ല, എന്താ കാര്യം എന്നറിയില്ല. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴുള്ളതാട്ടോ, ഞാനും ചേച്ചിയും കൂടെ തൃശ്ശൂർ ഒരു ഷോപ്പിംഗ് ഉണ്ടാവും. അപ്പം ആദ്യം തന്നെ നമ്മൾ പോണത് പുത്തമ്പള്ളിയിലോട്ടാണ്. അപ്പം ചേച്ചിക്ക് ഗോൾഡ് എടുക്കണം, ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു, ഗോൾഡ് എടുക്കണം. എനിക്ക് മെയിനായിട്ട് പോകുന്നൊരു സ്ഥലമുണ്ട്, നിങ്ങൾ മുൻപും കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ പോണത് പുത്തമ്പള്ളിയിലോട്ടാണ്. നമ്മളെപ്പോൾ ഷോപ്പിങ്ങിന് വരുമ്പോഴും തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുൾ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ വണ്ടി വന്നെടുക്കും. അങ്ങനെയാണ് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പള്ളിയിലേക്ക് പോണ വണ്ടി മാത്രമാണ് അവിടെ പാർക്ക് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യില്ല. എന്നാലും നമ്മൾ ആദ്യം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, തൃശ്ശൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് പുത്തമ്പള്ളിയിലോട്ടാണ്. അപ്പോൾ പുത്തമ്പള്ളിനെ കുറിച്ച് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു, എല്ലാവർക്കും അറിയായിരിക്കും. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് പുത്തമ്പള്ളി. അപ്പോൾ അവിടെ വന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലായിടത്തേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറുന്നത് പുത്തമ്പള്ളിയിലോട്ടാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഗോൾഡ് എടുക്കാനുണ്ടായിരുന്നു, അതിന് പോയി. അതും പുത്തമ്പള്ളിയുടെ തൊട്ടടുത്തൊരു ജ്വല്ലറി ഉണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ എപ്പോഴും സ്വർണ്ണം എടുക്കൽ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഫെജി. എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയലൊക്കെ എടുക്കുന്നത് ഈ ഫെജിയിൽ നിന്നാണ്. എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴും എനിക്ക് ഇവിടെ ഒന്ന് വന്ന് പോയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ചില 1-2 ഐറ്റംസ് എനിക്ക് വേണ്ടി വരുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ അവിടെ കിട്ടുന്ന ഐറ്റംസ് ആണ്. 1-2 ഐറ്റംസേ വേണ്ടി വരുള്ളൂ. പക്ഷെ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ സാധനങ്ങളും കൊണ്ട് ചാടിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയ സാധനങ്ങൾ തന്നെ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്, അതുവരെ ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. പിന്നെയും നമ്മളിങ്ങനെ അത് ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുടെ ഒരു കുഴപ്പമാണ്. സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് മേടിച്ച് പോകും, എന്താ ചെയ്യുക. കുറേ ഐറ്റംസ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ സമയം ഏപ്രിൽ മെയ് ആ സമയത്ത് ഹോളി കമ്മ്യൂണിയൊക്കെ കൂടുതലുണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. ഇങ്ങനത്തെ ജൂട്ടിൻ്റെ ഒക്കെ ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിടില്ല. അമ്മാളൂന് അത് ഒന്നും കൂടി ഇഷ്ടം. അമ്മാളും ഉണ്ട് വീഡിയോ എടുത്തു തരുന്നത്. അമ്മാളൂന് ഞാനിപ്പോൾ എൻ്റെ ആസ്ഥാന ക്യാമറ വുമൺ ആക്കിയാലോ എന്നാണ് ആലോചിക്കുന്നത്. അവൾ നന്നായിട്ട് വീഡിയോ എടുത്തു തരുന്നുണ്ട്. അപ്പോൾ അമ്മാളിന് അത് ഇഷ്ടപ്പെട്ടു. അത് ചെറുതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി തരണം അവൾ പറഞ്ഞിട്ടുണ്ട്, അവളുടെ ബാഗിൽ തൂക്കിയിടാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ്. നിറച്ച് പെറ്റൽസും ഫ്ലവേഴ്സും എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ അത്യാവശ്യം എടുത്ത് ചാടിച്ചു. ഇത് മുകളിലത്തെയാണ് കേട്ടോ, ക്രോക്കറി മാത്രം. ഞാൻ നെറ്റിപ്പട്ടത്തിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിട്ടേ ഇല്ല കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യം കാണിക്കണതല്ലേന്ന് വെച്ചിട്ടാണ് അത് എടുക്കാഞ്ഞത്. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. ഇത് മുകളിലത്തെ ക്രോക്കറി യൂണിറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ തോന്നും. ഞാൻ ഊട്ടിയിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ ഞാൻ കുറച്ച് സക്കുലൻസ് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാനായിട്ട് ഒരേപോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് പോട്ട്സ് 4 എടുത്തിട്ടുണ്ട്. പൊട്ടാതെ അങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം, എനിക്ക് അവിടെ ഇറങ്ങാൻ തോന്നണില്ല, തിരിച്ചു പോകണ്ടല്ലേ എന്ന് വെച്ചാൽ ഷോപ്പിംഗ് ഒക്കെ നിർത്തി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് നാട്ടിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അക്കൂനമ്മാളൂന്. അപ്പോൾ അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലെ ബിരിയാണി എങ്ങനെയുണ്ട് നമ്മള്? അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി അവിടെ ഇവിടെയൊക്കെ
തെണ്ടി നടന്ന് തിരിച്ചു പോവാണ്. തിരിച്ച് ഞങ്ങൾ ബസ്സിലാണ് പോയത്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.